നമസ്കാരം. ഞാനും അമ്മയും കൂടെ രാവിലെ ഒരു യാത്രയിലാണ് കേട്ടോ. അപ്പൊ യാത്ര എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളെയാണ് നമ്മളുടെ വീടിന്റെ പാലുകാച്ചൽ പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ വലിയൊരു ഫംഗ്ഷൻ ആയിട്ടോ വലിയ പരിപാടിയായിട്ടോ ഒന്നും അല്ല. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് കാര്യങ്ങളുണ്ട് പാലുകാച്ചലിന്. നാളെ ആണ് അമ്മയുടെ പിറന്നാള് അല്ലേ? അപ്പം 10ാമതയുടെ അന്നാണ് കേട്ടോ അമ്മ ഉണ്ടായത്. 10ാമതയ്ക്ക് ഉദിച്ചു വരുന്ന സമയത്തുണ്ടായ ആളാണ് അമ്മ എന്നാണ് അമ്മ ആണെന്ന് പറയുന്നതല്ല, ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ വീട് അന്ന് നമുക്ക് പാല് കാച്ചാന്നാണ് വിചാരിച്ചത്. ശരിക്കും നമ്മൾ അന്നാണ് നമ്മളെല്ലാ പരിപാടികളും നമ്മൾ അവിടെ കയറി താമസിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ നമ്മുടെ പണിയൊന്നും തീർന്നിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പണിക്കാരുടെ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ കൊണ്ട്, മെയിനായിട്ട് സാമ്പത്തികമാണ് അല്ലേ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിലേ ആയി വർക്കുകളൊക്കെ തീരാനായിട്ട്. അപ്പം ഈ പ്രാവശ്യം നമ്മുടെ ഈ പാലുകാച്ചൽ പരിപാടിക്ക് കാവ്യൊക്കെ വരാമെന്ന് വിചാരിച്ചിരുന്നു. കാരണം അവരെങ്കിലും വരാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേങ്കിൽ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ടോയ്ലറ്റുകളോ ഒന്നും റെഡി ആയിട്ടില്ല അല്ലേ. വെള്ളം കിണർ കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴൽക്കിണർ മോട്ടർ വെക്കണം നമുക്ക്. അപ്പോൾ മോട്ടർ വെക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ വെക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, ഉടനെ വെക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേങ്കിൽ ഏതാണ്ട് ഒരു 50,000 രൂപയുടെ അടുത്ത് നമുക്ക് മോട്ടർ വെക്കാനായിട്ട് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മോട്ടർ വെക്കാനായിട്ട് ചെറിയൊരു കാലതാമസം അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു താമസം ഉണ്ട് മോട്ടർ വെക്കാനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം വെള്ളമില്ല, രണ്ടാമത്തെ കാര്യം ടോയ്ലറ്റുകളൊന്നുമില്ല. പിന്നെ അതാണ് പ്രധാനമായിട്ടും. കാരണം വെച്ചാൽ ഇവരൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ, പിള്ളേര്, പ്രായമുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കൊന്ന് ഇരിക്കാനോ ഒന്ന് വാഷ്റൂമിൽ പോകാനോ ഒക്കെ ഉള്ള ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിനൊക്കെ സൗകര്യം ആയിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഈ 10ാമതയത്തിൻ്റെ അന്ന്, അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് തന്നെ നമുക്കവിടെ പാല് കാച്ചണം, കയറി താമസിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഞങ്ങളുടെ സാഹചര്യം ഓക്കെ അല്ലാത്ത മോശമായതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു പാലുകാച്ചൽ ചടങ്ങ് മാത്രം അവിടെ നടത്തുവാണ് അല്ലെ. ആക്ച്വലി വീഡിയോ ഇടുന്നത് പാലുകാച്ചൽ കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. പക്ഷേങ്കിൽ അപ്പം അതിന് മുമ്പുള്ള നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണതെന്നൊക്കെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ അതേ നമ്മളുടെ നാനോ കാറിൽ ഞാനും അമ്മയും കൂടെ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ പിറവത്തിനാണ് പോകുന്നത്. പിറവത്തിന് പോണതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുമേ, 2 മംഗലം മേടിക്കണം. പാല് കാച്ചാൻ മൺകലത്തിലാണ് പഴയ കാലം മുതലേ പാല് കാച്ചുന്നത്. ഓക്കെ. അപ്പോൾ പുതിയ കലം വേണം. അപ്പോൾ നമ്മൾ ആ പുതിയ കലം മേടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പാലുകാച്ചലിൻ്റെ വീഡിയോസൊക്കെ കാണിക്കട്ടെ. നിങ്ങൾ സാധാരണ കാണുന്ന വലിയ ആൾക്കാരുടെ വീടിൻ്റെ വലിയ പരിപാടികൾ പോലെ ഒന്നുമില്ല. ഇത് ഞാനും അച്ഛനും അമ്മയും ഉള്ളൂ, ഞങ്ങളും ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രാവിലെ ചെന്നിട്ട് പ്രാർത്ഥിച്ച്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്, നമുക്ക് ദൈവം തന്ന ഒരു സമ്മാനമാണല്ലോ നമ്മുടെ വീടെന്ന് പറയുന്നത് അല്ലേ. കുറേ കഷ്ടപ്പാടും ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒത്തിരി യാതനകളും ഒക്കെ സഹിച്ചാണ് നമ്മൾ അത്രയും നാക്കി കൂട്ടിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തേക്കണമെന്നും കാണിക്കാം. കുറച്ച് പരിപാടികൾ മാത്രം. അടുക്കള നമ്മൾ ജസ്റ്റ് നിലം ഒന്ന് ടൈലിട്ടു, പാചകം ഒന്നുണ്ടാക്കി. അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ ഈ പാലുകാച്ചൽ നടത്താൻ വേണ്ടിയാണ് അത് അത്രയും ശരിയാക്കിയത്. പിന്നെ സിറ്റ് ഔട്ട് പോർഷന് നമ്മൾ ടൈലിട്ടു, ഗ്രാനൈറ്റ് ഒന്നും അല്ല ഇട്ടാണ് ടൈൽസ് ഇട്ട് വെച്ചു. പിന്നെ ഒരു കുഞ്ഞു റൂം ഉണ്ടല്ലോ, ആ റൂമിൻ്റെ അകത്ത് നമ്മൾ വേറെ ടൈലെടുത്തപ്പോൾ ബാക്കി വന്നത് കൊണ്ട്, അതായത് അത് ഞാൻ പറഞ്ഞാൽ നമ്മൾ കിച്ചണിൻ്റെ സ്ലാബും ആദ്യം ഗ്രാനൈറ്റ് അല്ല ടൈലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സ്ലാബ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ സ്ലാബ് എടുത്തപ്പോഴത്തേക്കും ഗ്രാനൈറ്റ് എടുത്തപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, ടൈലെടുത്തിട്ട് നമ്മൾ അച്ഛൻ്റെ റൂമും കൂടെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും മാത്രമേ ആയിട്ടുള്ളൂ, വേറെ ഒരു പണിയും നമ്മളുടെ ആയിട്ടില്ല. ഒന്നും സാധനങ്ങളും മേടിച്ചിട്ട് ഫർണിച്ചറൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഒന്ന് ഇരിക്കാനായിട്ട് ഞങ്ങൾക്ക് 2 കസേരകൾ മാത്രം, 2 കസേര ഉണ്ട്, നമുക്ക് 2 പ്ലാസ്റ്റിക് കസേരയുണ്ട്, ഞങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ പിറവത്തേക്ക് പോയിട്ട് കലം വാങ്ങിക്കുന്ന ഇപ്പൊ രാവിലെ വാങ്ങിക്കണമെന്ന് വെച്ചാൽ കലം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എന്തൊക്കെയോ ചെയ്യണം അതിൻ്റെ അകത്ത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അത് പാല് കാച്ചുന്നതിന് മുമ്പ്. പിന്നെ നമുക്ക് ഒരു കാര്യം, ഞാൻ നേരെ പിറവത്തേക്ക് പോപ്പതേ നമ്മളുടെ പ്രകൃതി സുന്ദരമായ നമ്മളുടെ വീടിൻ്റെ അടുത്തുനിന്നുള്ള പുഴയുടെ അതിലൂടെ നമ്മളിപ്പോൾ പിറവത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിനടുത്തുള്ള മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ വാഗ്വേയുടെ അതിലൂടെയാണ് നമ്മൾ പിറവത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ പിറവത്ത് പല സ്ഥലത്തുനിന്ന് നമ്മൾ കലം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ മിക്കവാറും കലം വാങ്ങിക്കാറുണ്ട്. കാരണം ഇവരുടെ ചേച്ചി അനിയത്തി 2 പേർക്കും കച്ചവടം ഉണ്ട്. ഒരാൾക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിലും ഒരാൾക്ക് ഇങ്ങനെ വീട്ടിലുമാണ് കേട്ടോ കലം ഉള്ളത്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ പലരും നമ്മളുടെ വീട്ടിൽ ഒത്തിരി മൺപാത്രങ്ങളുള്ളതുകൊണ്ട് എവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ പല സ്ഥലത്തുനിന്നും കലം വാങ്ങിക്കാറുണ്ട്. അതിലൊരു സ്ഥലം ഇവിടെയാണ് കേട്ടോ, ഇത് പിറവത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ മൺപാത്രമൊക്കെ വാങ്ങിച്ച് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി മൺപാത്രം എന്തൊക്കെയാണ് ചെയ്യണത്, സീസൺ ചെയ്യണത്, അതൊക്കെ നമുക്ക് കാണാവേ.
നമ്മൾ നാളെ പാല് കാച്ചാൻ വേണ്ടിയിട്ട് നമ്മുടെ കലവും വാങ്ങിച്ചു, അതോടൊപ്പം തന്നെ ഒരു തവിയും കൂടെ വാങ്ങിച്ചു, ചിരട്ട തവിയും കൂടെ അല്ലേ? ചിരട്ട തവി വേണം. നമ്മുടെ ഇവിടെ കിടക്കുന്ന തവിയൊക്കെ വല്ല കറിയൊക്കെ ഇളക്കുന്ന തവിയില്ലേ, അപ്പൊ അത് വേണ്ട. നമ്മൾ പുതിയ തവിയും പുതിയ കലവും മേടിച്ചിട്ടുണ്ട്. പിന്നെ കലം മേടിച്ചെന്ന് പറഞ്ഞാൽ കലത്തിനകത്ത് കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ കലം മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതുണ്ട്. ഈ പുതിയ കലത്തിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇതേപടി നമ്മൾ കഴുകി കളഞ്ഞേച്ച് വെക്കുമ്പോൾ ഇതിന്റെ അടിയിൽ എപ്പോഴും പിടിച്ചിരിക്കും. അപ്പൊ നമ്മൾ അതിന് പകരമായിട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ കലം മേടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണയാകാവുള്ളൂ, വേറെ എണ്ണയൊന്നും കൊണ്ടുമില്ല. സാധാ വെളിച്ചെണ്ണ, സാധാ നല്ല നമ്മൾ കൂട്ടുന്ന വെളിച്ചെണ്ണയുണ്ട്. ആ വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാൻ കുറച്ച് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി കൊണ്ട് ഈ തുണി വെളിച്ചെണ്ണ മുക്കിയിട്ട് തുണി, അപ്പൊ ഈ തുണി ഏതായാലും നല്ല വൃത്തിയുള്ള തുണി വേണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ കാലത്തിനകത്ത് നമ്മളിത് ഇങ്ങനെ തൂത്ത് പിടിപ്പിക്കാം. ഈ ഒരു ശബ്ദം കേൾക്കും, മേല് പൂക്കണ പോലെ. അത് പറ്റി കഴിയണ്ടോ? നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് അത് തൂത്ത് പിടിപ്പിക്കണം അല്ലേ? പിടിപ്പിക്കണം ഈ വെളിച്ചെണ്ണ. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്താലും അടി പിടിക്കത്തില്ല, ചോറ് വെച്ചാലും പിടിക്കത്തില്ല, കറി എന്ത് വെച്ചാലും. അല്ലെങ്കിൽ നമ്മള് ഈ കലം മയക്കാനായിട്ടാണ് നിങ്ങൾ വലിയ പരിപാടി ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആണ് അല്ലേ? ഇനി തൂത്ത് പിടിപ്പിച്ചു. ഇനി എന്നാ ചെയ്യണേ ഒന്ന് കാണിച്ച കലത്തിലാകുമെന്ന് നോക്കട്ടെ. എല്ലായിടത്തും ഫുള്ളായിട്ട് അത് തൂത്ത് പിടിപ്പിച്ചു അല്ലേ? തൂത്ത് പിടിപ്പിക്കാൻ തന്നെ അതങ്ങ് വലിയും പയ്യ അല്ലേ? എന്നിട്ടോ തൂത്ത് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം വെച്ചേക്കും. ഇതിപ്പോ നമ്മൾ വെച്ചേക്കുന്ന എങ്ങനെ വെയിലത്താണോ അതോ പുറത്താണോ? ഇവിടെ വെച്ചാൽ മതി. ഇപ്പൊ നമ്മളിത് ഇവിടെ അടുപ്പ വെക്കൂല. അടുപ്പ വെക്കാൻ നമ്മൾ പുതിയ കലം മേടിച്ച് പാല് കാച്ചാൻ മാത്രമാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി അടുപ്പ വെക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വെളിച്ചെണ്ണ തേച്ച് ഇരുന്നിട്ട് ഒരു മണിക്കൂറൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ നന്നായിട്ട് തേച്ച് കഴുകും. എന്തുകൊണ്ട് തേച്ച് വേണം? എന്തിട്ട്? ചകിരിയോ വല്ലോ ഇട്ട ചാരോ സോപ്പോ എന്തും വേണം? സോപ്പും കാര്യവും നമ്മുടെ ചകിരി ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകി. നമ്മളിപ്പോ പാല് കാച്ചാനല്ലാതെ വീട്ടിൽ ഉപയോഗത്തിന് മേടിക്കുവാണെങ്കിൽ നമ്മളിത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അടുപ്പേ വെച്ചിട്ട് ഇത് നിറച്ച് വെള്ളം വെച്ച് വെള്ളം തിളപ്പിച്ച് കളയാം. അങ്ങനെ നേരം പുലർന്നു. നമ്മൾ ഇന്ന് രാവിലെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ നേരെ കൂത്താളത്തേക്ക് പോവുകയാണ് കേട്ടോ, പാലുകാച്ച ചടങ്ങുകൾക്കായിട്ട്. അച്ഛൻ എന്തായാലും നേരത്തെ തന്നെ അതേ മുകളിലേക്ക് കയറി വന്നു, അമ്മയും വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനും അമ്മയും കൂടി ഇന്നലെ കൂത്താളത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അടുപ്പൊക്കെ നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല. അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്താ ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കൂത്താളത്ത് ചെന്നിട്ട് അവിടെ നേരെ നമ്മൾ സൊസൈറ്റിയിൽ പോയി 1.5 ലിറ്റർ പാല് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ആ പാല് വാങ്ങിച്ചിട്ട് നമ്മളിത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ വന്ന് സെറ്റ് ചെയ്തിട്ടുള്ള അടുപ്പ്. കാരണം ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് നമ്മളുടെ ഈ എംസാൻഡ് പോലത്തെ മണലുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം ഇട്ടു. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, ഫെറോസ്ലാബിൻ്റെ 2 പീസ് വെച്ചു. എന്നിട്ട് നമ്മൾ 6 ഇഷ്ടിക വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അടുപ്പിനായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഗ്രാനൈറ്റിലേക്ക് നേരിട്ട് ചൂടൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെ നമ്മൾ പാലുകാച്ചൽ ചടങ്ങുകൾക്കായിട്ടെല്ലാം സെറ്റായിട്ട് അമ്മ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വിറകൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. വിറക് നമ്മൾ കൊണ്ടുവന്നത് ശരിക്കും പാല് കാച്ചുന്നതിന് പ്ലാവിൻ്റെയോ ആഞ്ഞിലിയുടെയോ ഒക്കെ വിറകുകളൊക്കെ വേണം, പിന്നെ കൊതുമ്പൊക്കെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വിറകുമായിട്ട് വീട്ടിലേക്ക് വന്ന് കയറണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ തന്നെ അതൊക്കെ നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏറെക്കാലത്തെ നമ്മളുടെ പ്രാർത്ഥനകളുടെയും ആഗ്രഹത്തിൻ്റെയും ഒക്കെ ഒരു പൂർത്തീകരണമാണ് ഈ തിരുനാളം തെളിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ അനുഭവിച്ച ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ 3 കൊല്ലക്കാലമായി കാണുന്ന ചാനലിലുള്ള ഓരോരുത്തർക്കും അറിയാം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും കൂടെ നിന്നതിനുമൊക്കെ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിനായി നമ്മൾ തീ തെളിയിച്ച് നമ്മൾ ഞാനും അമ്മയും ചേർന്ന് നമ്മൾ അടുപ്പിലേക്ക് നമ്മൾ കലം വച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ആ ഒരു സന്തോഷകരമായ നിമിഷത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള നന്ദിയാണ്. ഇനിയും തുടർന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പാലുകാച്ച ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് കേട്ടോ. പാല് തിളച്ച് പുറത്തേക്ക് തൂകുന്ന ഈ ഒരു സമയം. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും ചേർന്ന് കുറേ സമയം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത്. അച്ഛൻ ഇപ്പോഴും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ പാല് തിളച്ച സമയത്താണ് അച്ഛൻ ഇങ്ങോട്ട് ഇതിനടുത്തേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു സുഹൃത്തു കൂടി ഞങ്ങളുടെ സഹായത്തിനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ സാമീപ്യവും പ്രാർത്ഥനകളുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടൊരു പുതിയ തുടക്കം ഞങ്ങളിവിടെ നടത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു സന്തോഷകരമായ നിമിഷം. അങ്ങനെ നമ്മളുടെ പാല് കാച്ചി നമ്മൾ കഴിഞ്ഞു. പാല് കാച്ചി നമ്മളെല്ലാവരും പാല് കാച്ചിയതിന് ശേഷം പാല് കുറച്ച് നമ്മൾ കുടിച്ചു. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന പാലിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉണക്കലരി അല്ലേ
ഉണക്കലരി ഇട്ട് നമ്മളിനി അത് വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങുകൾ തീരുവാണ്, പൂർത്തിയാവുകയാണ്. അപ്പൊ ഇനി എപ്പോ വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ നമുക്ക് ഭക്ഷണമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്യാം നമുക്ക്. പിന്നെ നമ്മുടെ കയറി താമസം എന്ന് പറഞ്ഞ പരിപാടികൾ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം, ബാക്കി പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നടത്തിയത് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടും അല്ലെ 10ാമത് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ അമ്മയുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ കാരണം നമ്മൾ ഈ വീട് പണി പണ്ട് ആരംഭിച്ച സമയത്ത് തന്നെ ഈ ദിവസം നമ്മൾ 10ാമത്തേക്ക് അമ്മയുടെ പിറന്നാളിന്റെ അന്ന് നമുക്ക് കയറി താമസിക്കാന്ന് പറയാം. പക്ഷെ കയറി താമസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയത് അല്ലേ. ചടങ്ങിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് ഞങ്ങള് മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങ് ആരംഭിച്ചു അല്ലേ. അപ്പോൾ ഒപ്പം നിങ്ങളുടെ സപ്പോർട്ട്. അപ്പൊ ഇന്നത്തെ ഈ പാലുകാച്ചൽ ചടങ്ങിന് ഞങ്ങളോടൊപ്പം കൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ് എല്ലാവർക്കും അല്ലെ. അപ്പൊ തുടർന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കറിയാം ഒരു വഴി ഇല്ലാത്തത് കൊണ്ടും ഒരു ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ നമ്മൾ ഒത്തിരി അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന ഈ ഒരു സ്ഥലം നമുക്ക് വർഷങ്ങളായിട്ട് നമുക്കിവിടെ ഉണ്ടാകുന്ന സ്ഥലമാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ വാങ്ങിച്ച സ്ഥലമാണ്. പക്ഷേങ്കിൽ വീട് വെക്കുക എന്നുള്ളത് കുറച്ച് വലിയ ടാസ്ക് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വീടിന്റെ സ്ഥലം വാങ്ങിച്ച കടം തീർന്നിട്ട് വീട് വെക്കാന്ന് വിചാരിച്ചു. അവസാനം സ്ഥലം വാങ്ങിച്ച കടം തീരുന്നില്ല, വീട് വെക്കാനും പറ്റുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് വീണ്ടും അടുത്ത ഒരു ലോണിലേക്കൊക്കെ പോയിട്ടാണ് നമ്മൾ ഈ വീട് സെറ്റ് ആക്കിയത് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർക്കുക, ഞങ്ങളോടൊപ്പം അല്ലേ കൂടുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സമ്മതം, നല്ല തിരക്കിലാണ്. കഞ്ഞി വെക്കുന്നതിന്റെ തിരക്കിലാണ് അമ്മ. പാലായതുകൊണ്ട് ഇളക്കണം, അതിപ്പോ തൂകിപ്പോകും. അച്ഛൻ്റെ കൂടെ ഉണ്ട്, കുറെ നാളുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് അച്ഛൻ എന്തിയാന്നൊക്കെ ചോദിക്കാറുണ്ട്. പുതിയ വീടിന്റെ പാല് കാച്ചലിന് ശേഷം ഞങ്ങളിത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ പിറവം കൂടിയാണ് പോകുന്നത്. അപ്പൊ ഇന്ന് അമ്മേനക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. കുറെ ദിവസമായിട്ട് അമ്മയ്ക്ക് കൈക്ക് ഷോൾഡറിനൊക്കെ ഭയങ്കര വേദന കൂടുതലാണ്. അത് സാധാരണ പെടലിയുടെ എന്തോ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ ഇന്ന് ഡോക്ടർ ഓർത്തോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഓർത്തോനെ ഒന്ന് കാണാം. കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തായിരുന്നു ഓർത്തോ കഴിഞ്ഞ ദിവസം എഴുതി തന്നെ. അപ്പൊ അതിനൊന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പാലുകാച്ചൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ അത് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ പരിപാടികളും നമ്മളുടെ വീടും ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ശുഭദിനം.